ഫ്രണ്ട്സ്, വെൽക്കം ടു അമിന ഷമീം യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റാണ് കേട്ടോ. ഏകദേശം ഒരു 8 മണി സമയമാണിപ്പോൾ. അപ്പോൾ ഞാൻ ഡിന്നറിലേക്കുള്ള പ്രിപ്പറേഷനിലാണ്. ഫ്രിഡ്ജിൽ കുറച്ച് മട്ടൻ ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ച് കഴുകി സവാളയും മുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച ഇറച്ചിയുണ്ടല്ലോ അത് ചീനിച്ചട്ടിയിലോട്ട് തട്ടി നന്നായിട്ട് ഒരു ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് നാളെയാണ് വേണ്ടത്. പിന്നെ ലാസ്റ്റ് ഒരു മസാല ഇടുന്നുണ്ട് കേട്ടോ. നാളത്തേക്കാണ് വേണ്ടത്. പിന്നെ ഇന്ന് രാത്രിത്തേക്ക് കുറച്ച് എടുക്കാൻ വേണ്ടി കുറച്ച് മാത്രം ഒന്ന് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുത്തിടണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കേക്ക് കഴിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് ദോശയാണ് കേട്ടോ. പുട്ടിൽ നിന്ന് ദോശയിലോട്ട് മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ അതേ മക്കൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങളും കഴിച്ചു. അപ്പോൾ രാത്രിയിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. രാവിലെ ഞാൻ ഉറക്കെണിറ്റു സിറ്റ് ഔട്ടിലോട്ട് ചെന്ന് നിന്നു. അങ്ങോട്ട് നോക്കിയപ്പോൾ പതിവ് കാഴ്ചകൾ തന്നെ. പിന്നെ ഞാൻ ചായ ഇട്ടു. ചായ കുടിച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് പഞ്ചസാര ഇടാൻ മറന്നു. പിന്നെ പഞ്ചസാര എല്ലാം ഇട്ടു. ചായ കുടിക്കുന്നുണ്ട്. ഇക്കാക്കും ചായ കൊടുത്തു. ഞാൻ സിറ്റ് ഔട്ടിലൊക്കെ നിന്ന് കുറച്ച് നടന്നൊക്കെ ചായ കുടിക്കുന്നുണ്ട്. എനർജി കിട്ടാൻ ചായ തന്നെ വേണം. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വന്ന് ദോശയും പിന്നെ സാമ്പാറുമാണ്. ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ പെട്ടെന്ന് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അങ്ങനെ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ പരിപ്പൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ആ കഷ്ണങ്ങളെല്ലാം കുക്കറിലോട്ടിട്ട് ഒരു 4 വിസിൽ വരെ ഞാൻ കേൾപ്പിക്കും. ഓരോരുത്തരുടെ കുക്കറിൻ്റെ രീതി അനുസരിച്ചിരിക്കും. വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് 4 വിസിൽ വരെ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. മക്കൾക്ക് ഇവിടെ കുറച്ച് കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ച് താളിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം ഈ പാനിലോട്ടിട്ടു. പിന്നെ പുളിവെള്ളം ഒഴിച്ചു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈസയുടെ പൊടിയാണ്. ആ പൊടി ഒഴിച്ച് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട്. നെയ്യ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ സാമ്പാർ റെഡിയായി. അത് രാവിലെ ദോശയാണ് കേട്ടോ. ഞാൻ ദോശയും ചുട്ടു. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. മക്കൾക്ക് രാവിലെ ലഞ്ചിന് ചോറും ഒരു മുട്ട പൊരിച്ചതും പിന്നെ സാമ്പാറും പിന്നെ പൊട്ടറ്റോ ഫ്രൈയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കുട്ടികളെല്ലാം 2 പേരും റെഡിയായി ഇരിപ്പുണ്ട്. ഫുഡ് കഴിക്കുകയാണ്. പിന്നെ അവരുടെ ബസ്സിനകത്ത് നിൽക്കുകയാണ്. അവരുടെ വാൻ വന്നു. അവർ കയറിപ്പോയി. അങ്ങനെ അവർ പോയി കഴിഞ്ഞു. പിന്നെ കുറച്ചിനിപ്പം ഭയങ്കര ഒരു സൗണ്ട് കേട്ടോ. ഞാൻ പുറത്ത് വന്നപ്പോൾ നല്ല ആൾ കൂടി നിൽപ്പായിരുന്നു. വേറെ ഒന്നുമല്ല, ആ കാറ് ഒരു ആക്സിഡൻ്റ് ആയതാണ്. ആ ട്രാൻസ്ഫോമറിലിടിച്ച് ആക്സിഡൻ്റ് ആയതാണ്. എന്താണ് പറ്റിയതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതിൻ്റെ ഒന്ന് വീഡിയോ ഒന്ന് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ടെറസിൽ പോയി അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരണമായിരുന്നു. അങ്ങനെ അവിടെയെല്ലാം ഒന്ന് അടിച്ച് വാരുന്നുണ്ട്. കുറച്ച് ദിവസമായി അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് അങ്ങനെ അടിച്ച് വാരി. പിന്നെ കുറച്ച് ചെടികളിലൊക്കെ കുറച്ച് കളകൾ പറിക്കാനുണ്ടായിരുന്നു, അതും ചെയ്ത്. പിന്നെ ചെടികൾക്ക് വെള്ളം കൂടെ ഒഴിക്കണമായിരുന്നു. അങ്ങനെ ചെടിയുടെ കഥകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് താമസിച്ചിരുന്നത് കല്ലാട്ടുമുക്കാണ് കേട്ടോ. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. ഇത് ഞങ്ങളുടെ മാമിയുടെ വീടാണ്, ഷാഹിദാമ്മയുടെ. അപ്പോൾ ഇക്കാക്ക് ഷാഹിദാമ്മയുടെ വീടായതുകൊണ്ട് ഇതൊരു പ്രത്യേക ഫീലിംഗാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട് വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ലോറി നിറയെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെടി ഉണ്ടായിരുന്നു. ഇക്കയുടെ ഫ്രണ്ട്സാണ് 3ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് ചെടികൾ ഇറക്കിയത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെയൊന്നും ചെടി വളർത്തലേ സഹോദരി എന്നൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതുപോലെ വേണ്ട, ചെറിയ രീതിയിലൊക്കെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം എനിക്ക്. അങ്ങനെ ഞാൻ ഇന്ന് ആ പണികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ജോലികളൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചെടിയുടെ ഇടയിൽ നിൽക്കുന്ന കളകളൊക്കെ പറിക്കുന്നുണ്ട്. ഇത്തിരി വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് ഒട്ടും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. നേരെ ഇങ്ങോട്ട് വന്നത്. ഇത് ഞങ്ങളുടെ കോഴിയാണ് കേട്ടോ, ഡിങ്കി. തോപ്പിക്ക് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നതാണ്. ഫയാന് മുട്ട കഴിക്കാൻ അത്ര താല്പര്യമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കും. പിന്നെ ഞാൻ എല്ലാ ചെടിക്കും വെള്ളം ഒഴിക്കുകയാണ്. പൈപ്പ് ഉണ്ട് കേട്ടോ, പക്ഷേ
പൈപ്പ് ഒരു കംപ്ലൈൻ്റ് ആണ്, വെള്ളം ലീക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് അടച്ച് വെച്ചേക്കുകയാണ്. ദേ പിങ്കിയും വന്നിട്ടുണ്ട്. പിങ്കി ഡിങ്കി ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ താരങ്ങൾ. പിന്നെ ഞാൻ അതേ ചെടിയൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് കൈ കൊണ്ട് തന്നെ ഒടിച്ചു കൊടുത്തു. മുല്ലയൊക്കെ കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് വരത്തുള്ളൂ. അങ്ങനെയാണ് ഈ വക പണികളെല്ലാം ഞാൻ ചെയ്യുന്നത്. പിന്നെ ദേ ഇത് പായലൊക്കെ കാണുന്ന ചെടിയാണ്. ആമസോണിൽ 500 രൂപ കണ്ടിട്ടുണ്ടായിരുന്നു. ദേ ബട്ടർഫ്ലൈ പോയി. പിന്നെ ഇത്രയും കള ഞാൻ പറിച്ചായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വിഷമൊന്നും, ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് ദോശയും സാമ്പാറും പിന്നെ ചായയും കുടിക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, വീട് അടിച്ചു വാരാൻ പോയി. ആ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. തോപ്പിയും ഫയാനും രാത്രിയും രാവിലെയൊക്കെ ആയിട്ട് ഒരുപാട് ചവറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്തിരി ചവറൊക്കെ കൂടുതലുണ്ടായിരുന്നു. പിന്നെ അടുത്ത എൻ്റെ ജോലി വന്ന് തുണി കഴുകണം. സാധാരണ ഞാൻ തുണി കഴുകിയതിന് ശേഷമാണ് കുളിക്കാറുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് നല്ല വിശന്നു. അതുകൊണ്ട് കുളിച്ചതിന് ശേഷമാണ് ഞാൻ തുണിയൊക്കെ കഴുകിയത്. പിന്നെ ഓരോന്നോരോന്നായിട്ട് വിരിക്കുകയാണ്. പിള്ളേരുടെ യൂണിഫോം അങ്ങനെ എല്ലാം വിരിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ട്. പിന്നെ വന്നപ്പോൾ നല്ല ദാഹം, നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും വെള്ളം കുടിച്ചു. പിന്നെ ഇന്ന് ഉച്ചത്തെ പരിപാടികൾ ഇനി നോക്കണം. ക്യാരറ്റും സവാളയും ബീട്രൂട്ടും കൊണ്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മെഴുക്കുവരട്ടി എല്ലാം സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നലെ ഉണ്ടാക്കിയ മട്ടൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ പാനിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ടു. മട്ടനും എടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മട്ടനും ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് കഴിച്ചാൽ മാത്രം മതി. സാമ്പാർ ഞാൻ ചൂടാക്കുന്നുണ്ട് കേട്ടോ. ചോറെല്ലാം സെറ്റായി റെഡി ആയിട്ടുണ്ട്. ചോറും പിന്നെ മെഴുക്കുവരട്ടിയും പിന്നെ മട്ടൻ ഫ്രൈയും കറിയും സാമ്പാർ കറിയും എല്ലാം ഒഴിച്ച് എനിക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. ഞാൻ പോയി TV കണ്ട് ഫുഡ് കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ കണ്ടില്ലേ ആ കാറിനെ വേറൊരു വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. നമുക്ക് വീണ്ടും നാളെ നല്ലൊരു വ്ളോഗിലൂടെ കാണാം. ബൈ ബൈ.